കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തോരൻ വെച്ചാൽ കഴിക്കും. ഇതിനകത്ത് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കോവയ്ക്കയുടെ രുചി വർദ്ധിപ്പിക്കും. ഇതിൻ്റെ പ്രത്യേകത തേങ്ങ ഉപയോഗിക്കാതെയുള്ള പ്രോട്ടീൻ റിച്ചായ തോരനാണ്. രുചിയിലും ഗുണത്തിലും മുൻപിൽ. ഏറെ പോഷകഗുണമുള്ളതും ഫൈബർ കൂടുതലും കലോറി വളരെ കുറവുമായ കോവയ്ക്ക തോരൻ ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി കോവയ്ക്ക ചെറുതായിട്ടരിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം 1 കപ്പ് മസൂർ ദാൽ നന്നായി കഴുകി പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി സ്ട്രെയിനിലേക്ക് മാറ്റുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് ഇടുക. വെള്ളം നന്നായി വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് വീണ്ടും ഇത് റോസ്റ്റ് ചെയ്യണം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് തോരന് നല്ല രുചി ലഭിക്കുന്നത്. ഓയിൽ ഒഴിച്ച ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡും കൂടെ ഇതിനകത്തിട്ട് ഇളക്കണം. ക്യുമിൻ സീഡ് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി യൂട്യൂബിൽ പുതിയതായി വന്ന ഈ റെസിപ്പി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി കുറേ ഇത് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി അല്ലി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. വീണ്ടും ഇളക്കിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കണം. അങ്ങനെ പരിപ്പ് ചെറുതായി കട്ടിയാകാൻ തുടങ്ങും. ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഇളക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം ഈ സെയിം പാനിലാണ് ബാക്കി കുക്കിങ്ങൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇട്ട ശേഷം അരിഞ്ഞ കോവയ്ക്ക കൂടി ഇട്ട് ഇളക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഞാനിവിടെ ഒഴിക്കുന്നില്ല. തുറന്ന് നോക്കിയ ശേഷം വീണ്ടും ഇളക്കുക. ഈ സമയം അരിഞ്ഞ ഒരു സബോള ഇതിനകത്ത് ചേർക്കുക. സബോള ആദ്യമേ ഇട്ടാൽ ഒത്തിരി കുഴഞ്ഞു പോകും. ഈ സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. സബോള കൂടെ ഇട്ടതിന് ശേഷം ഒരു പച്ചമുളക്, അത് എരിവിന് ആവശ്യമായത്, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറിവേപ്പില ഇതെല്ലാം ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക. എന്നിട്ട് തോരൻ ആവശ്യമായ ഉപ്പിടുക. കൂടെ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇടുക. ഇത് കുറച്ച് നേരം റോസ്റ്റ് ആക്കിയിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇവിടെ ഇതുവരെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ സമയം ചൂട് പോയ പരിപ്പ് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. പൗഡർ പോലെ വേണ്ട, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനിയും ഈ വറുത്ത് പൊടിച്ച പരിപ്പ് വെന്ത കോവയ്ക്കായിലേക്ക് ഇടുക. ഈ തേങ്ങയൊക്കെ ഇടുന്ന ഈ സമയത്ത് അതിന് പകരമാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത പരിപ്പിടുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് വീണ്ടും ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. പരിപ്പ് നല്ലതായിട്ട് റോസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. തുറന്ന് നോക്കുക. നല്ല ടേസ്റ്റിയായ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയ തോരൻ, തേങ്ങ ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റിയായ തോരൻ. കുറച്ച് സോഫ്റ്റ് ടെക്സ്ചർ വേണ്ടവർക്ക് പരിപ്പ് പൊടി ചേർക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വേവിച്ചാൽ മതി. എന്നാൽ ഈ രീതിയിൽ നല്ല മുരിഞ്ഞ തോരൻ ലഭിക്കും. മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേവ് കുറഞ്ഞ പരിപ്പാണ്, ഏറെ സോഫ്റ്റും. ഈ റോസ്റ്റഡ് പരിപ്പ് കോവയ്ക്കയുടെ രുചി എൻഹാൻസ് ചെയ്യും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക്സ് രോഗികൾക്കും വളരെ പ്രയോജനപ്രദമായ കോവയ്ക്കയുടെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.